നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 30, 2025 ബുധൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന സൂചനകൾ പ്രകാരം ഇന്ത്യയുടെ മേല് 20 മുതൽ 25% വരെ ടാരിഫ് ചുമത്തിയേക്കാമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയുടെയും യുഎസിന്റെ ഭാഗത്തു നിന്നുള്ള താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഫലമായിട്ട് താരിഫ് പോസ് നീട്ടിക്കൊണ്ടു പോകാൻ തന്നെ തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപേ വേഗത്തിൽ നമുക്ക് ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ നോക്കി പോകാം. തുടർച്ചയായി 3 ട്രേഡിംഗ് സെക്ഷനിൽ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾക്ക് ശേഷം ഇന്നലെ ബ്ലൂ ചിപ്പ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ ഉണ്ടായ വാല്യൂ ബൈയിങ്ങും ഇന്ത്യ വിക്സിൽ ഉണ്ടായ ഇടിവിനെ തുടർന്നും പോസിറ്റീവായ ഗ്ലോബൽ ക്യൂസ് തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി വന്നതുകൊണ്ട് ഇന്നലെ നേട്ടത്തോടു കൂടി നമ്മുടെ മാർക്കറ്റ് ക്ലോസിംഗ് രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്നലെ എല്ലാ സെക്ടേഴ്സിനും നേട്ടം കൈവരിക്കാനായി മെറ്റൽ, ഫാർമ സെക്ടേഴ്സിനുണ്ടായ റാലിയും അതിനെ തുടർന്ന് മറ്റെല്ലാ സെക്ടേഴ്സിനും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുണ്ടായി. എന്നിരുന്നാൽ പോലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തുടരുന്ന കാഴ്ചയാണ് ഇന്നലെയും ദൃശ്യമായത്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 4636.6 കോടി രൂപയ്ക്ക് സെൽ നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6146.82 കോടി രൂപയുടെ ബൈ നടത്തുകയുണ്ടായി. ഇന്നലെ ഇന്ത്യൻ രൂപയും അമേരിക്കൻ ഡോളറിനെതിരെ വീക്കനാകുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യമായത്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഇന്നലെ അതിന്റെ 100-ഡേ EMAയുടെ ലെവലിൽ നിന്നും സപ്പോർട്ട് എടുത്തെങ്കിൽ കൂടിയിട്ടും നിഫ്റ്റി നിലവിൽ അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസ് ആയ 10-ഡേ 20-ഡേ EMAയുടെയും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMAയുടെ ഒക്കെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. സോ നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു യാത്ര സാധ്യമാകണമെങ്കിൽ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMA ലെവൽ ക്രോസ് ചെയ്ത് അതിന്റെ മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി 24,950 എന്ന ലെവൽ മറികടന്ന് അതിന് മുകളിലായിട്ട് നിലയുറപ്പിക്കാത്തോടത്തോളം നിഫ്റ്റിയിൽ റേഞ്ച് ബൗണ്ടായ ഒരു ട്രേഡിംഗ് സെക്ഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 24,700, 24,600 എന്ന ലെവലുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും 24,500 എന്ന ലെവൽ സൈക്കോളജിക്കലും ക്രൂഷ്യൽ സപ്പോർട്ടുമായിട്ട് മാറിയേക്കാമെന്നുള്ള അഭിപ്രായങ്ങൾ അനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ട്. 24,500 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും പറയപ്പെടുന്നു. ഇനി നിഫ്റ്റിക്ക് മുകളിലേക്ക് ഒരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 24,950 എന്ന ലെവൽ മറികടന്നതുകൊണ്ട് തന്നെ അതിനു മുകളിൽ നിലനിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ സൈക്കോളജിക്കൽ ലെവലായ 25,000, 25,100, 25,200 എന്ന ലെവലുകളിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാമെന്നുമുള്ള അഭിപ്രായങ്ങൾ അനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ അനലിസ്റ്റുകളുടെ അഭിപ്രായമാണ്, മാർക്കറ്റാണ്. മാർക്കറ്റിൽ ഒരു കാര്യങ്ങളും കോൺക്രീറ്റ് അല്ല, എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ പൊസിഷൻസിലും ചേഞ്ച് നടത്തിയെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇന്ത്യ വിക്സ് ഒന്ന് കീനായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നു. നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും പുതിയ സൂചനകൾ വരുന്നത് പ്രകാരം ഇന്ത്യയുടെ ഇമ്പോർട്ടിൽ 20 മുതൽ 25% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. സൂചനകൾ മാത്രമാണ്, ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളോ സ്ഥിരീകരണങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഇതിനെതിരെ ഇതുവരെ ഒരു സൂചന വന്നിട്ടും ഇല്ല. സോ ഇതിന്റെയൊക്കെ നീക്കങ്ങൾ നമ്മൾ ഇനി കണ്ടു തന്നെ അറിയേണ്ടതായിട്ടിരിക്കുന്നു. ഇന്ന് പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന സൂചന എങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് ബാധിക്കുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. സോ നമ്മളൊന്ന് ഇന്ന് മാർക്കറ്റിൽ ജാഗ്രതരായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ US ചൈന ട്രേഡ് ടോക്കുമായി ബന്ധപ്പെട്ട് താരിഫ് പോസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നിലവില് ചൈനീസ് ഗുഡ്സിന് US 30% താരിഫും US പ്രൊഡക്ട്സിന് ചൈനയിൽ 10% താരിഫുമാണ് ഇമ്പോർട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൽസ്ഥിതി തുടരുമെന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത്, ഇനി പുതിയൊരു തീരുമാനം വരുന്നത് വരെ. അതുപോലെ പുതിയ റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം ജിയോ ഫിനാൻഷ്യലിന്റെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്, ഫണ്ട് റൈസിംഗ് പ്ലാനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട്. അതുപോലെ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡെറിവേറ്റീവ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുവാൻ NRIക്ക് ഉള്ള നിയമങ്ങളിൽ സെബിയുടെ ഭാഗത്ത് നിന്നും അയവ് വരുത്തും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ടാറ്റ സ്റ്റീൽ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഇൻഡസ് ടവേഴ്സ്, ആസ്റ്റർ DM ഹെൽത്ത് കെയർ, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്, ലീവ്സ് കോട്ടൺ, HEG, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, IIFL ഫൈനാൻസ്, JB കെമിക്കൽസ്, KPI ടെക്നോളജീസ്, നവീൻ ഫ്ലോറൈൻ, സൈഡസ് വെൽനസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളുടെ Q1 ഏർണിങ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കും.
ഇന്നലെ ലീഡിംഗ് ആയ ഇന്ത്യൻ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്കും ICICI ബാങ്ക് ADRs ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്ന് ഒത്തിരിയേറെ ഇമ്പോർട്ടന്റ് ആയ ഗ്ലോബൽ ഇവന്റ്സുകൾ ഉണ്ട്. ഇന്ത്യൻ സമയം 11 മണിക്ക് ശേഷം ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും GDP ഗ്രോത്ത് റേറ്റിന്റെ റിസൾട്ടുകൾ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന്റെ തീരുമാനങ്ങളും ഇന്ന് രാത്രി 11:30 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊക്കെ ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവർ ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സ് ചെക്ക് ചെയ്തതിന് ശേഷം, പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സുകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവർ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ നമുക്ക് പരിശോധിക്കാം. ഇന്നലെ US-ലെ S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. എന്നിരുന്നാൽ കൂടിയിട്ടും മാർക്കറ്റിന് അതിന്റെ നേട്ടം നിലനിർത്താൻ ആയില്ല. കാരണം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ തീരുമാനങ്ങൾ മുന്നോടിയായിട്ട് വരാനിരിക്കുന്നത് കൊണ്ടും ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെയൊക്കെ ക്വാർട്ടർ ഏർണിംഗ്സ് ഒക്കെ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ടൊക്കെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ദൃശ്യമായിരുന്നു. തൽഫലമായി ഇന്നലെ നേരിയ നഷ്ടത്തോടു കൂടിയാണ് ഇരു ഇൻഡെക്സുകളും ക്ലോസിംഗ് നടത്തിയത്. എങ്കിലും നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 50 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടരുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്നലെ 3 യൂറോപ്യൻ മാർക്കറ്റ്സും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. അതുപോലെ തന്നെ യൂറോപ്യൻ ബാങ്ക് ഇന്നലെ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് സെപ്റ്റംബർ 2022, 2008 ശേഷം ലീമാൻ ബ്രദേഴ്സ് കൊളാപ്സിന് ശേഷം അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയ ലെവലിലേക്ക് എത്തിച്ചേർന്ന ഒരു റെക്കോർഡും കൂടി ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റിന് സാക്ഷ്യം വഹിക്കുവാനായി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവായ ഒരു ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. നിലവിൽ ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം ജപ്പാൻ മാർക്കറ്റിൽ തുടരുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രൻ ക്രൂഡും ക്രൂഡ് ഓയിലും അതിശക്തമായി തന്നെ കുതിച്ചുയരുകയുണ്ടായി. ബ്രൻ ക്രൂഡ് 72.58 $US പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിൽ 69.23 $US പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിലും ഉയർച്ച തന്നെയാണ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR ഇന്നലെ 0.51 എന്ന നിലയിൽ നിന്നും 0.71 എന്ന നിലയിലേക്ക് മാറി മറിഞ്ഞിട്ടുണ്ട്. മാക്സ് പെയിൻ 24,850 എന്ന നിലയിലും. ഇന്നലത്തെ റാലിയോടുകൂടി നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ദൃശ്യമാകുന്നത്. ഡെയിലി ചാർട്ട്സിൽ മന്ത്ലി ഓപ്ഷൻസ് ഡേറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,150 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നതെങ്കിലും 24,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR ഇന്നലെ 0.71 നിന്നും ഇന്ന് 0.6 മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ 56,400 എന്ന നിലയിലും. മന്ത്ലി ഓപ്ഷൻസ് ഡേറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 57,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. 56,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 56,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പ്രവേശിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. L&T സ്ട്രീറ്റ് എസ്റ്റിമേഷനെയൊക്കെ മറികടന്നുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് 30% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 3,617 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തത്സമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 15.5% ഉയർച്ച രേഖപ്പെടുത്തി. NTPC പ്രോഫിറ്റിൽ 11% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 6,108.5 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തത്സമയം റവന്യൂവിൽ 3% ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. ദിലീപ് ബിൽഡ്കോൺ പ്രോഫിറ്റ് 91.6% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 119.5 കോടി രൂപയിൽ നിന്നും 229 കോടി രൂപയായിട്ട് വളർന്നു. തത്സമയം റവന്യൂവിൽ 16.4% ഇടിവാണ്
രേഖപ്പെടുത്തിയത്. ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് പ്രോഫിറ്റിൽ 8.6% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 53.4 കോടി രൂപയിൽ നിന്നും 48.8 കോടി രൂപയായി ചുരുങ്ങി. തത്സമയം റവന്യൂവിൽ 7.4% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. സ്റ്റാർ ഹെൽത്ത് പ്രോഫിറ്റിൽ 17.7% ഇടിവ് നേരിടുകയുണ്ടായി. 318.9 കോടി രൂപയിൽ നിന്നും 262.5 കോടി രൂപയായി ചുരുങ്ങി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും 20.3% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. GMR എയർപോർട്ട്സ് 141.7 കോടി രൂപയിൽ നിന്നും നഷ്ടം വർദ്ധിച്ച് 211.6 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂ തത്സമയം 33.4% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. GE വെറോന T&D ഇന്ത്യ പ്രോഫിറ്റിൽ 116.4% വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 134.5 കോടി രൂപയിൽ നിന്നും 291.2 കോടി രൂപയായി വളർന്നു. റവന്യൂവിലും 38.8% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.